ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിഡക്സ് ഗെയിമിംഗ്. ഇറ്റ്സ് മി സൂബി. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലക്സിലെ ഒരു പാർക്കർ ഗെയിമാണ്. ഗെയിമിൻ്റെ പേര് എന്ന് പറയുന്നത് പാർക്കർ സ്പൈറൽ ഓബിയാണ്. ഈ വലിയൊരു ടവറുണ്ട്, സ്പൈറൽ ടവർ. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഗെയിമിൻ്റെ മെയിനായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കുക. വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കളിക്കുക എന്നൊക്കെ. ഗെയിം ഇത് റോബ്ലക്സിലാണ്. ഗെയിമിൻ്റെ നെയിം എന്ന് പറയുന്നത് പാർക്കർ സ്പൈറൽ ഓബി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, അതുപോലെ ഓരോ എന്താ പറയുക ഒബ്സ്റ്റക്കിളുണ്ടാവും. പോയി കയ്യിൽ നിന്ന് പോയി, അയ്യോ. അപ്പം അല്ല, ഇവിടെ നിന്ന് കയറാൻ പറ്റും. ഓക്കെ, നമ്മൾ ആദ്യത്തെ ചെക്ക് പോയിൻ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ചെക്ക് പോയിൻ്റ് കോയിൻ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ അതിൻ്റെ മേടിക്ക് ചാടണം, അങ്ങനെ ഇരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ മേടിൽ ചാടി കയറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചെക്ക് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, 3% ഓക്കെ. കുറേ കയറാണ്ട് അതിന് മേളിക്ക്, അതാണ് പ്രശ്നം. ഇപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റാണ് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈസ് നമ്മൾ ഡെയിലി ഇതുപോലെ റോബ്ലക്സിൻ്റെ വീഡിയോസ് ഇടാൻ ശ്രമിക്കുക ഈസ്. ഓക്കെ, ഈസിൽ ഓരോ ബയോംസാണ്. ഓക്കെ, നമ്മുടെ മൈൻക്രാഫ്റ്റിലുള്ള പോലെ ഓരോ ബയോംസാണ്. അതേ പോയി കയ്യിൽ നിന്ന് പോയി ഗൈസ്. ഓക്കെ, ഇതൊന്ന് കയറാൻ പറ്റാത്തതിന് വിളിക്ക്. അയ്യോ, കയറി 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 നമുക്ക് ഇങ്ങോട്ടല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും തേർഡ് പേഴ്സൺ അല്ല ഫസ്റ്റ് പേഴ്സൺ വെച്ചിട്ടുണ്ട്. തേർഡ് പേഴ്സൺ അത്ര പോരാ നമുക്ക്. ഓക്കെ, നമ്മൾ അടുത്ത ചെക്ക് എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടത് എന്നെ മേടിക്കാണോ? ഇവിടത്തേക്ക് തന്നെ ചാടി കയറി. അയ്യോ, അതേ പണിയാ. കേസ് നമ്മളങ്ങനെ എന്തൊട്ടത്. കേസ് നമ്മളങ്ങനെ 2-3 വട്ടം അടിയിൽ വീണു. അവിടെ വീണു, ഇവിടെ ഒരു വട്ടം വീണു. കുറച്ച് ടഫാണ്. ഏസിന് മുമ്പ് ഇത് കളിച്ചിട്ടുണ്ട്, കളിച്ച് കംപ്ലീറ്റ് ചെയ്തതാണ്. അന്ന് പക്ഷേ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്നിട്ട് ഞാനത് അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു അവസാനം എത്തുമ്പോൾ ഒരു സാധനം കിട്ടും, കാർപ്പറ്റ്. പക്ഷെ അതിപ്പോൾ കയ്യിൽ കാണാനില്ല. ചടിക്കും. കയറി നമ്മൾ ഈ സൈഡിലാണ് കാർപ്പറ്റ് ഉണ്ടാവും. ഈ സൈഡിൽ നിന്ന് മാജിക് കാർപ്പറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവസാനം എത്തുമ്പോൾ കിട്ടും. അതിപ്പോൾ അതിപ്പോൾ നമ്മൾ ഗെയിം ഞാൻ എനിക്കിന്ന് ബാക്ക് അടിച്ചതുകൊണ്ടായിരിക്കും. കയറി അവിടെ വീഴുന്ന് വീണില്ല. യെസ്, ചാടി കയറി. അവിടെ ചെക്ക് പോയി. ഓക്കെ, ചെക്ക് പോയി എടുത്തിട്ടുണ്ട്. ഇതിനെ കൊണ്ട് പോകണ്ടേ? ചാടണ അവിടെ വഴിയുണ്ടല്ലോ. ഇതെത്തിട്ട് ചാടി പോകുന്നുണ്ട്. ചാടി ഇവിടേക്ക് ചാടി എഴുതിയാലും പറ്റുമോ? കസ്റ്റം ഗെയിം എടുത്ത് ഇങ്ങനെ പോകാം. എനിക്ക് നല്ല ഐഡിയ. ഓക്കെ, ഇതായിരുന്നു വഴി. നമ്മൾ നേരത്തെ മണ്ടത്തരം കാണിച്ച് ആ വഴി പോയി ഗൈസ്. ഇനി വേസ് നമ്മൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, തൊട്ട് ഇങ്ങനെ തന്നെ കറക്റ്റ്. പിന്നെ പോയി ഇതിപ്പോഴത്തെ വീണുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര സ്പീഡാണ് ഗൈസ്. സാധനം ഭയങ്കര ജോയിസ്റ്റിക്ക് അത്ര ശരിയല്ല. ചാടി കെട്ടിപ്പോയി. ഇനി ഇങ്ങോട്ട് അവിടെ വഴിയുണ്ടല്ലോ. അവിടെ വഴിയുണ്ടല്ലോ. ഹായ്, ഇതെന്നിട്ടത് ഇതിപ്പോൾ ഇവിടെ എത്തി. അവിടെ എന്തൊരു ഇങ്ങനെ ഇടവഴിയൊക്കെ. അയ്യേ, നമ്മൾ ചമ്മി. അവിടെ അതിൻ്റെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ദേശം നമ്മുടെ എന്താ പറയുന്നത്, ഇതെന്താ പറയുക, കോള് അയൺ, റെഡ് സ്റ്റോൺ, എമറോൾഡ്, പിന്നെ റെഡ് സ്റ്റോൺ, ഡയമണ്ട്. എന്തോരം ഡയമണ്ട് മൈൻക്രാഫ്റ്റിൽ ഇട്ടിരുന്നെങ്കിലോ. ചാടി. യെസ്, നമുക്ക് ഡേയ്സ്. ഓക്കെ, അടുത്ത ചെക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇതിന് ഇങ്ങോട്ട് പോകണ്ടേ അങ്ങനെ തോന്നുന്നു. ഞാൻ മറന്നല്ല അത്. കിട്ടി. ഞാൻ ചാടെ വീഴുമെന്ന് വീണില്ല. കയറി. യെസ്, അടുത്ത ചെക്ക് പോയിന്റ് കിട്ടി. 350 കോയിനുണ്ട്. ഞാൻ ചാടാൻ പറ്റും.
എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ കാണുന്നതെല്ലാം ലൈക്ക് അടിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് ഗൈസ് ഞാനിത് ആദ്യ ഡേയ്സ് വോയിസ് കൊടുത്ത് നോക്കി, അപ്പോൾ അതിൻ്റെ ഇത് കുറച്ച് കുറവുകളുണ്ട്. അപ്പോൾ തിരുത്താനാണ് ഗൈസ്. കമൻറ്റ് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിന് എല്ലാ ദിവസവും ഡെയിലി കണ്ടൻറ്റ് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ മടി കാരണം ഇത് വരുമോ എനിക്ക് ഉറപ്പില്ല. പക്ഷെ നമ്മൾ പരമാവധി ശ്രമിക്കും. നിങ്ങൾ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഡെയിലി കണ്ടൻറ്റ് ഇടുന്നതായിരിക്കും. റോബ്ലോക്സ്, മൈൻക്രാഫ്റ്റ് ഒക്കെ. പിന്നെ നമ്മുടെ ഷോർട്സിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഫ്രീ ഫയറിൻ്റെ കണ്ടൻറ്റ്സ് ആയിരിക്കും ഷോർട്ട് ഇട്ടുണ്ടാവും. അതേ വടക്കും അവിടെ ചാടിയത് അവിടെ നിന്ന് ബട്ടൺ അത്ര കുറച്ച് ബട്ടൺ കുറച്ച് മേലുണ്ടാവും, ബട്ടൺ കുറച്ച് അടിയിലാണ്. അതാണ് പ്രശ്നം. നേരെ പോയി മതി. കറക്റ്റ് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ സാധനമാണ് നൈസ് പോലെ. പക്ഷേ ഇത് ബ്ലോക്ക് നോക്കി മനസ്സിലായി, വെള്ള കളർ ബ്ലോക്ക്. യെസ്, ഈ തണ്ണിമത്തിന് മേളേറി ഇങ്ങോട്ട് 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 എന്നിട്ട് ഈ സ്ലൈഡിലേക്ക് ചാടാം. ഓ ഞാൻ ചാടാൻ ഇങ്ങനെ ചാടി അത് കുറവാണ്. കാര്യം അതിൽ പോയൊരു ഓർമ്മ എൻ്റെ മനസ്സിലില്ല. ഞാൻ തന്നെയാണ്. ഓ അത് അടിയിൽ കൊണ്ടുവരാൻ ഇവിടെ പെറ്റുണ്ടല്ലേ പെറ്റിനും പിടിക്കണം. അതിനൊരു സമയമൊന്നുമില്ല, നമുക്ക് കളിക്കാൻ. അപ്പം നമ്മൾ അടുത്ത എടുത്തിട്ടുണ്ട്. അത്രക്കും 30% നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിസ് വീഡിയോ എന്തായാലും 50% കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി 50% ഞാൻ അടുത്തോടെ ചെയ്യും. ഇത് കുറച്ച് ലോങ്ങോ കാര്യം കംപ്ലീറ്റ് ചെയ്യാണ്ട്. ഇത് പിന്നെ ടഫാകും ഗൈസ്. ആദ്യത്തെ 50% കുഴപ്പമില്ല. പിന്നെ നമുക്ക് കളിച്ച് പിന്നെ കുഴപ്പമില്ലാണ്ട് പോവാം സ്പീഡിൽ. ബാക്കിയുള്ളതാണ് ടഫാകും. ഓക്കെ, അടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഓക്കെ, കണ്ടെടുക്കാം മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാ ബ്ലോക്കും ഒരേപോലെ അല്ല, ശരിയാണ്. എല്ലാം ഒരേപോലെ ഇരിക്കുക. ഒരു മണ്ടം തന്നെ. നമ്മൾ തന്നെ അടുത്ത സ്നോ വെളി എത്തി നോക്കി. നമ്മുടെ പറയുക മൈൻക്രാഫ്റ്റ് ഗേറ്റ് ഇഷ്ടമുള്ള പ്ലേസ് ആണ് സ്നോ ഉള്ളത്. പക്ഷേ ഞാൻ എന്തായാലും മൈൻക്രാഫ്റ്റ് കണ്ടന്റ് ഒക്കെ ഇടാൻ ശ്രമിക്കാം. മൈൻക്രാഫ്റ്റിൽ ഒരു സർവൈവൽ കണ്ടന്റ്. ഓക്കെ, കളിച്ചിട്ട് എത്ര വട്ടം അറിയാം കളി കഴിഞ്ഞ് പോയത്. പക്ഷെ ഇത് ഇങ്ങോട്ട് കളിക്കുമ്പോൾ സിമ്പിളല്ലേ. ഞാൻ തേർഡ് പേഴ്സൺ എത്ര വട്ടം അറിയാം ഞാൻ എന്നിട്ട് അവിടെ വീണത്. തേർഡ് പേഴ്സൺ ഭയങ്കര ടഫാണ് തീർക്കാനായിട്ട്. അങ്ങോട്ട് നമ്മളെന്തായാലും ഗോൾഡ് ഓറ കണ്ടിട്ടുണ്ടോ പോയി. ഇതാണ് പക്ഷേ ഈ ബട്ടൺ മേളിക്ക് കയറ്റാനും പറ്റുന്നില്ല. ഓക്കെ, നമ്മളെന്തായാലും ഇതിന് മേളിക്ക് പിടിച്ച് കയറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ അടുത്ത ബയോമിൽ എത്തിയിട്ടുണ്ട്. ഈ സൈഡിലെ വഴിയോട് പോകണം. ഞങ്ങളുടെ സ്പീഡ് റണ്ണാണ് നോക്കി നടന്നില്ല. എന്തായാലും നമ്മൾ അടുത്ത ചെക്ക് എടുത്തിട്ട് 40% എടുത്തിട്ട് 41% ആയിട്ടുണ്ട്. കിടക്കാൻ പറ്റുമല്ലോ. മനസ്സിലായി. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ ഗെയിം കളിച്ചവർക്ക് ഈ ഭാഗത്ത് വെച്ചിട്ട് എന്താ പറയുക കൺഫ്യൂഷൻ
അവിടെ നിന്ന് ചാണ്ടിട്ട് കേസ് ഇവിടെ ഒരു മരണ്ട്, ഇതിന് വേണ്ടി കേസ് വരേണ്ടത്. ഞാൻ കുറേ വട്ടം ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം കളിച്ച സമയത്ത് കുറേ വട്ടം ഒരു കൺഫ്യൂഷൻ അടിച്ച് ഇവിടെ പോയി. എന്നിട്ട് നമ്മൾ ഇതിന് വേണ്ടി കാരണം നമ്മൾ ഇവിടേക്ക് ചാടി കയറി ഇവിടെ നിന്നാണ് മോഡൽ ടഫാണ്. ഓ ഇത് സീനായി, ഇത് കണ്ടില്ലേ നമ്മളിങ്ങനെ മറ്റേ എന്താ പറയുക ഭയങ്കര സ്മൂത്ത് അടിക്കണം തോന്നുന്നുണ്ട്. നമുക്ക് ചാട്ടത്തിൽ തീർക്കണം. ഇതിപ്പോഴോ കഴിയത് അന്ന് കളിച്ചിട്ട് കുറേ വട്ടം ഇല്ല കിട്ടി. യെസ്, ഓ നമ്മളെന്താ റേസ് ആ ഒരു സെക്കൻഡ് ട്രയലിന് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ട്രയൽ പറ്റിയില്ല. ചാട്ടിട്ടുണ്ട്, നേരെ ചാടണം. കയറാൻ പറ്റാത്ത നമ്മൾ കുറച്ച് ആവേശം കുടിപ്പി. യെസ് കിട്ടി. സുന്ദരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓടെ ഞാൻ വിളിച്ചു ജസ്റ്റ് മിസ്സല്ലേ കട കടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരാൻ നിൽക്കണ്ടാവും. നമ്മളത് അടുത്ത ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട്. അയ്യോ പോയി, ഇനി പോയില്ല. ഒറ്റ ചാട്ടത്തിൽ എടുക്കണം. ചടിക്കും ചാടി കറക്റ്റ് അതിലൂടെ കയറാം, ചാടി കയറാം. ഓക്കെ, സോ നല്ല 51% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വീഡിയോയുടെ ഡ്യൂറേഷൻ 12 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് എഡിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ കളിക്കാൻ നിൽക്കത്തില്ല. ഒരു 51% ആയിട്ട് ഞാൻ പറഞ്ഞില്ല, 51% വരെ കളിക്കാന്നാണ് പറഞ്ഞത്. 50 വരെ കളിക്കാൻ പറഞ്ഞാൽ 51 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പം ഇനി അടുത്ത കളിക്കാൻ നിന്ന് ഞാൻ അങ്ങനെ പോയി സമയം ഇനി ഓവർ പോകേണ്ട ഞാൻ ഇവിടെ വന്ന് നിർത്താണ്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ആക്കുക. നമ്മുടെ ചലാതൊരു കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി ഇങ്ങനെ വോയിസ് കൊടുത്തിട്ടുള്ള കണ്ടന്റുകളുണ്ടാവും. പിന്നെ ഷോർട്സിലാണെങ്കിൽ നമ്മൾ ഫ്രീ ഫയർ അൺസൈറ്റ് ഉണ്ടാവുക. അപ്പോൾ മാക്സിമം എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നമുക്ക് പുതിയ പുതിയ കണ്ടന്റുകൾ കാണാൻ പറ്റും. പിന്നെ ഞാൻ സാധാരണ വോയിസ് കൊടുക്കും.